കേരളത്തിൽ 2026 അധികാരത്തിൽ വന്ന പുതിയ UDF സർക്കാർ ആരോഗ്യ മേഖലയിൽ മുൻഗണന നൽകുന്ന പ്രധാന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയും സംസ്ഥാനത്തിന്റെ കാരുണ്യ പദ്ധതിയും സംയോജിപ്പിച്ചാണ് KASP നടപ്പിലാക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതിയുടെ കവറേജ്, സേവനങ്ങൾ, നടത്തിപ്പ് എന്നിവയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. KASP പദ്ധതിയുടെ അടിസ്ഥാന കവറേജ് കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയാണ്. ഈ തുക ഫ്ലോട്ടർ അടിസ്ഥാനത്തിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. ചികിത്സയ്ക്ക് മുമ്പും ശേഷവും 15 ദിവസം വരെയുള്ള മരുന്ന്, ഡയഗ്നോസിസ്, പരിശോധന എന്നിവയുടെ ചെലവും കവറേജിൽ ഉൾപ്പെടുന്നു. പുതിയ UDF സർക്കാർ 2026-27 ബജറ്റിൽ കവറേജ് തുക 5 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം രൂപയായി ഉയർത്തുന്ന കാര്യം പ്രഖ്യാപിച്ചു. ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ആദ്യഘട്ടത്തിൽ അർഹരായ ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് 7 ലക്ഷം രൂപ കവറേജ് ജൂലൈ മാസം മുതൽ ലഭ്യമാക്കും. KASPയുടെ ഗുണഭോക്തൃ വിഭാഗം പുതിയ സർക്കാർ വിപുലീകരിച്ചു. സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് 2011 ഡാറ്റ പ്രകാരമുള്ള കുടുംബങ്ങൾ, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്ക് പുറമെ നീല റേഷൻ കാർഡ് NPS ഉടമകളിൽ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും, വെള്ളക്കാർഡ് NPNS ഉടമകളിൽ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 5 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി KASP അംഗത്വം ലഭിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ ആശ്രിതർ എന്നിവർക്കുള്ള പ്രത്യേക ആരോഗ്യ സഹായ പദ്ധതിയും KASPയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ചികിത്സാ പാക്കേജുകളുടെ എണ്ണം 1632 നിന്ന് 1750 വർദ്ധിപ്പിച്ചു. ജനിതക രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയവയ്ക്കുള്ള പുതിയ പാക്കേജുകൾ ഉൾപ്പെടുത്തി. ഡേ കെയർ ചികിത്സകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. കീമോതെറാപ്പി, ഡയാലിസിസ്, റേഡിയോ തെറാപ്പി തുടങ്ങിയ ആവർത്തിച്ച ആവശ്യമുള്ള ചികിത്സകൾക്ക് സെക്ഷൻ പരിധി ഉയർത്തി. പ്രസവം, നവജാത ശിശു ചികിത്സ, പ്രത്യുൽപാദന സഹായ ചികിത്സ എന്നിവയ്ക്കുള്ള പാക്കേജ് നിരക്കുകൾ പുതുക്കി. എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ശൃംഖല വിപുലീകരിച്ചു. 2026 ജൂൺ വരെ KASP എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ എണ്ണം 550. പുതുതായി 40 സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൂടി ഉൾപ്പെടുത്തി. എല്ലാ ജില്ലാ ആശുപത്രികളിലും പ്രത്യേക KASP സെന്ററും ഹെൽപ്പ് ഡെസ്കും പ്രവർത്തനം തുടങ്ങി. താലൂക്ക് ആശുപത്രികളിൽ പ്രാഥമിക ചികിത്സ, റഫറൽ സംവിധാനം എന്നിവ കാര്യക്ഷമമാക്കി. രോഗിക്ക് താൽപര്യമുള്ള ആശുപത്രിയിൽ ചികിത്സ നേടാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തി. ഡിജിറ്റൽ സേവനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. ഭൗതിക കാർഡിന് പകരം കാർഡ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കി. ആധാർ നമ്പർ ഉപയോഗിച്ച് ആശുപത്രി വെരിഫിക്കേഷൻ നടത്തിയാൽ മതി. KASP മൊബൈൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് ആപ്പ് വഴി കവറേജ് ബാലൻസ്, ക്ലെയിം സ്റ്റാറ്റസ്, എംപാനൽ ചെയ്ത ആശുപത്രികളുടെ പട്ടിക, ചികിത്സാ പാക്കേജ് നിരക്ക് എന്നിവ പരിശോധിക്കാം. ആപ്പ് മലയാളം, ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമാണ്. ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ സൗകര്യം KASP ആപ്പിൽ ഉൾപ്പെടുത്തി. മുമ്പ് 30 ദിവസമായിരുന്ന ക്ലെയിം തീർപ്പാക്കൽ സമയം 15 ദിവസമായി കുറച്ചു. വ്യാജ ക്ലെയിം തടയുന്നതിന് എല്ലാ ചികിത്സകൾക്കും ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ആശുപത്രികളുടെ ബില്ലിംഗ് ഓൺലൈൻ പോർട്ടൽ വഴി മാത്രം നടത്തുന്നു. അമിത ബില്ലിംഗ്, അനാവശ്യ ചികിത്സ എന്നിവ കണ്ടെത്തിയാൽ ആശുപത്രിയുടെ എംപാനൽമെന്റ് റദ്ദാക്കുന്ന നടപടി സ്വീകരിക്കുന്നു. പരാതി പരിഹാര സംവിധാനം ശക്തിപ്പെടുത്തി. 104 എന്ന ടോൾ ഫ്രീ നമ്പർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. വെബ്സൈറ്റ് വഴി പരാതി നൽകിയാൽ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പരിഹാരം നൽകുന്നു. ക്ലെയിം നിരസിച്ചാൽ ഓൺലൈൻ വഴി അപ്പീൽ നൽകാം. രോഗികൾക്ക് ആശുപത്രികളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുകയോ അനാവശ്യ ചികിത്സ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഉടൻ പരാതി നൽകാം. 2026 ജൂൺ വരെയുള്ള പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം KASP പദ്ധതി കൂടുതൽ വിപുലവും ഉപഭോക്തൃ സൗഹൃദമായി മാറിയിട്ടുണ്ട്. കവറേജ് തുക ഉയർത്തൽ, പുതിയ പാക്കേജുകൾ, കൂടുതൽ ആശുപത്രികൾ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിലൂടെ ഗുണഭോക്താക്കൾക്ക് മികച്ച ചികിത്സാ സഹായം ഉറപ്പാക്കുന്നു. അർഹരായ എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ KASP അംഗത്വം പരിശോധിച്ച് ആവശ്യ സമയത്ത് ഉപയോഗിക്കണം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.